ഹായ് ഫ്രണ്ട്സ്, വെൽക്കംസ് ടു ദേവൂസ് റേഡിയോ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അമ്മച്ചിയും മനുവും കൂടി കുളത്തിനരികിൽ നിന്ന് തല്ലി പിടിക്കുന്നതാണ്. അതിന്റെ ബാക്കി ഭാഗത്തിനായി ഏവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരു ഹാർദമായ സ്വാഗതം. അമ്മച്ചിയുടെ വർത്താനം കേൾക്കെ മനുവിൻ്റെ മുഖമാകെ കുത്തിവീർത്തു. അതോടൊപ്പം അവര് നോക്കിയെന്ന് കണ്ണുരുട്ടിക്കൊണ്ടവൻ കുളത്തിൽ നിന്നും പടവുകൾ കയറി മുകളിലേക്ക് നടക്കുകയും ചെയ്തു. ഉവ്വ, ഇവിടിപ്പോൾ നെല്ല് വിതയ്ക്കുന്ന കണ്ടമാണല്ലോ എൻ്റെ ചന്തി എല്ലാവർക്കും. ഓരോരുത്തരും നല്ല കിളയ്ക്കല. അവനൊന്ന് സ്വയം ഞൊടിഞ്ഞു. അല്ല പിന്നെ, അച്ഛൻ തല്ലും അമ്മച്ചൻ തല്ലും പിന്നെയോ പോരാളിയും. നമ്മളെന്താ അധികം വന്നതോ? ആകെ തല്ലാത്തതിപ്പോൾ മനുവിനെ അവൻ്റെ അമ്മച്ചി മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെൻറ്റിയും അവൻ അവിടെ തന്നെയാണ് ഇളക്കാറുള്ളത്. ഒന്നുമില്ലേലും 22 വയസ്സായ ചെറുക്കനല്ലേ, അതിൻ്റെ ബഹുമാനമൊക്കെ എല്ലാവർക്കും കാണിച്ചുകൂടെയോ? മനുവിൻ്റെ ഓരോ ചിന്താഗതികളാണ്. കവിളും വീർപ്പിച്ച് തന്നെ നോക്കി പിണങ്ങിപ്പോകുന്ന മനുവിനെ കാണുകെ അവർക്കാണേൽ ചിരിയും വരുന്നുണ്ട്. കുറുമ്പനാണ്. കുരുത്തക്കേട് കണ്ടാൽ കൈവയ്യാത്തവനും തുണിയേലും ചുറ്റി അവനെ അടിച്ചും പോകും. ആള് മാത്രമേ വളർന്നിട്ടുള്ളൂ, വിവരമൊട്ടു ഇല്ല താനും. എങ്കിലും പാവമാണ് തൻ്റെ ചെക്കൻ. എവിടെ വിളിച്ചാലും തനിക്കൊപ്പം അവൻ ഓടി വന്നോളും. ആദ്യം അതുപോലെയൊക്കെ തന്നെയാ. പക്ഷേ ചെക്കൻ ഇവനെ പോലെയല്ലല്ലോ, ഫുൾ ടൈം ബിസിനസ് ലോകത്തിലല്ലേ. പിന്നെ വേഗത്തിൽ അവർ കുളിക്കുവാൻ തുടങ്ങി. വിളക്ക് വയ്ക്കുവാനായി. അമ്മച്ചൻ പിന്നെ നേരത്തെ പോയിട്ടുണ്ട് കാവിലേക്ക് തന്നെ. അവിടെയൊക്കെ തൂത്തുവാരുവാനും തുടയ്ക്കുവാനുമൊക്കെ ഉണ്ടല്ലോ. സഹായത്തിനു വേണ്ടി 2 പണിക്കാരെയും അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. കുളത്തിലാണെങ്കിൽ നിറയെ ആമ്പലുകളാണ്. വെളുത്ത നിറത്തിലവ വിടർന്നു നിൽക്കുന്നത് തന്നെ കാണാനൊരു ചന്തമാണ്. പഴയ കുളമായതിനാൽ തറവാടിനോട് ചേർന്ന് തന്നെയാണെങ്കിലും കുളത്തിൻ്റെ ഒരു വശത്തുകൂടെ ഒരു നാട്ടുവഴി കൂടെയുണ്ട്. എല്ലാം പിന്നെ സ്വന്തം പറമ്പുകൾ ആയതിനാൽ ആളുകളൊക്കെ ഇടയ്ക്കിടെ മാത്രമേ ഇതിൽ വരാറുള്ളൂ. അങ്ങനെ ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ കുളത്തിൽ നിന്നധികം ആരും തന്നെ കുളിക്കുവാറുമില്ല. അമ്മച്ചിക്ക് പിന്നെ പ്രായമായതിനാൽ അങ്ങനെയൊരു നാണക്കേടോ സ്വന്തമായുമില്ല. ചെറിയൊരു സർപ്പക്കാവാണ് തറവാട്ടിലുള്ളത്. എങ്കിലും കാവിന് ചുറ്റുമായി നിറയെ വള്ളിപ്പടപ്പുകളും അരയാൽ മരത്തിൻ്റെ വള്ളികളുമാണുള്ളത്. വലിയൊരു മരമാണത്. അതിനാൽ തന്നെ അവിടെയൊക്കെ പകൽ വെളിച്ചം വളരെ കുറവുമാണ്. ഉള്ളിലായി ഒരു തിട്ടയിൽ നാഗപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. പാരമ്പര്യമായി വിളക്കുവച്ചു പോരുന്ന കാവുമാണത്. അതിനാൽ തന്നെ തറവാട്ടിലെ തലമുറയ്ക്ക് ഇന്നേ വരെ യാതൊരു സർപ്പദോഷങ്ങളും ഉണ്ടായിട്ടില്ല. അമ്മച്ചി റെഡിയായി ഉമ്മറത്ത് വന്നപ്പോഴേക്കും മനുവും എത്തിയിരുന്നു. കാവിമുണ്ടും കറുത്ത ഷർട്ടുമാണ് അവൻ്റെ വേഷവിധാനം. അമ്മച്ചി എപ്പോഴത്തെയും പോലെ നേരിയത് സെറ്റും മുണ്ടും. അമ്മച്ചിയുടെ കയ്യിലൊരു താലവുമുണ്ട്. അതിലായി കുറച്ച് പൂവും തിരിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ്. മനുക്കുട്ടാ, എന്നാ പോയാലോ? ഇനിയും വൈകിക്കണ്ടെന്നേ. അമ്മച്ചി പറയുന്നത് കേൾക്കെ മനുവും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി അമ്മച്ചി, അമ്മ വരുന്നുണ്ട്, പിന്നാലെ എത്തിക്കൊള്ളാമെന്നാ പറഞ്ഞ്. നമുക്ക് നടക്കാമെന്നേ. അവൻ്റെ ആ സംസാരം കേൾക്കെ അവരും അതേ എന്നെ പോലെ തലയാട്ടി പറഞ്ഞു. ആ, എന്നോടും അവൾ പറഞ്ഞു. മാസത്തിലെ പൂജയ്ക്ക് കുടുംബത്തിലെ എല്ലാവരും വേണ്ടതാ. ആര് കേൾക്കാൻ? ഇന്നലെ രാത്രി തന്നെ അമ്മച്ചൻ ശങ്കറിനോടും ആദിയോടും തീർത്ഥയോടുമൊക്കെ വിളിച്ചു പറഞ്ഞ. കഴിഞ്ഞ മാസം തീർത്ഥയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണാവോ ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ. മുന്നോട്ട് നടക്കും തോറും അമ്മച്ചി സംസാരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മനു ആണേൽ ആരായിരിക്കും ഇപ്പോൾ പൂജയ്ക്ക് വരിക എന്നതുപോലെ ഒരേ ആലോചന തന്നെ. ഇനിയിപ്പോൾ വലിയച്ഛനാകുമോ, അതോ വലിയമ്മയോ, അല്ലെങ്കിൽ ആദ്യം ആയാലോ? ആകെയൊരു എത്തും പിടിയും കിട്ടുന്നില്ല അവന്. പിന്നൊരു കാര്യമുണ്ട്. ആരിപ്പോൾ വന്നാലും മനുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാഭക്കച്ചവടമാണ്. കാരണം ആദിയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുവാൻ അവന്
നാളെ തന്നെ അവിടെ എത്തേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ആരേലും വന്നാൽ അക്കൂട്ടത്തിൽ പോവുകയുമാകാം. ഇവിടെ പിന്നെ കാറുകൾ നിരന്നു കിടപ്പുണ്ടെങ്കിലും ഒരെണ്ണം പോലും കൈവയ്ക്കുവാൻ മനുവിനെ രവീന്ദ്രൻ അനുവദിക്കാറില്ല. ഒരു ബുള്ളറ്റ് തന്നെ വാങ്ങിക്കൊടുത്തത് വലിയൊരു ഭാഗ്യമാണെന്നാണ് മനുവിൻ്റെ കണ്ടുപിടുത്തം. ഇനിയിപ്പോൾ അവൻ കാറോ മറ്റോ ചോദിച്ചാൽ രവീന്ദ്രൻ്റെ ഡയലോഗ് അപ്പോൾ തന്നെ വരും. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് മതി നിന്റെ ആഡംബരമൊക്കെ എന്ന്. ജീവിതത്തിൽ ആദ്യം വേണ്ടത് പൈസയുടെ മൂല്യം മനസ്സിലാക്കി വയ്ക്കേണ്ടതാണെന്ന്. അതോടെ മനു മുഖവും വീർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കും. ഒപ്പം തനിയെ പറയുകയും ചെയ്യും, ഓ പൈസ മാത്രം മതിയാക്കിയാൽ മതിയല്ലോ, ബാക്കിയൊക്കെ പഠിക്കണ്ടേ എന്ന്. അത് അവൻ പറയുമെന്ന് അറിയാമെന്നതിനാൽ തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ഉറക്കെ പറഞ്ഞു കൊടുക്കും. ആടാ, ആദ്യം നീ പണത്തെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കി വയ്ക്ക്, എന്നിട്ട് മറ്റതൊക്കെ പഠിക്കാം. പിന്നെ അവൻ അവിടെ നിൽക്കില്ല, സ്ഥലം കാലിയാക്കും. പൊതുവെ രവീന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനു ഒരു മരവാഴയാണ്. അങ്ങേർക്ക് സംഭവിച്ച ഭൂലോക ദുരന്തം. മനുജിത്തും അവൻ്റെ അമ്മച്ചിയും കൂടി കാവിലേക്ക് നടന്നെത്തിച്ചേർന്നപ്പോൾ അവിടെയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ ശേഷം അമ്മച്ചിയും പിന്നെ അമ്മച്ചനൊപ്പം കൂടി എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. കുഞ്ഞിലെ മുതൽ കാണുന്നതാണേലും ഇപ്പോഴും അതിലൊന്നും വലിയ കാര്യവിവരം മനുവിനില്ല. പനിനീര് തളിച്ച ശേഷം വിഗ്രഹം അഭിഷേകം ചെയ്യൽ അവർ തുടങ്ങി. മഞ്ഞളും പാലും ചേർത്താണ് ആദ്യം നടത്തുന്നത്. പിന്നെ അങ്ങോട്ടവൻ നോക്കുവാൻ പോയില്ല. കാരണം പൂജയുടെ അവസാനം സർപ്പം വരാറുണ്ട് പ്രസാദത്തെ സ്വീകരിക്കുവാൻ. അത് കാണുമ്പോൾ തന്നെ അവൻ്റെ മുട്ടിടിക്കും. കണ്ണുമടച്ചാണ് അവൻ്റെ നിൽപ്പ് തന്നെ. അതാണ് അവൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പൂജ നടക്കുന്നതിന് അനുസരിച്ച് സർപ്പശ്ലോകങ്ങളും നാഗവീണയും ആലപിക്കുന്നുണ്ട്. ഒപ്പം ചുറ്റിനും ഹൃദ്യമായ ഗന്ധവുമൊക്കെ പരക്കുന്നുണ്ട്. എന്തായാലും മനസ്സിൽ വളരെ ശാന്തത തോന്നും അത്തരം നിമിഷങ്ങളിൽ. പൂജയ്ക്ക് ശേഷം പ്രസാദം നൽകുവാൻ കൈനീട്ടുവാൻ മനുവിനോട് അവൻ്റെ അമ്മ പറയുമ്പോഴാണ് പിന്നെ അവൻ കണ്ണു തുറന്ന് നോക്കുന്നത് തന്നെ. അപ്പോഴാണവൻ ആദിയെ കാണുന്നത്. എപ്പോൾ വന്നുവോ ആവോ, ഒന്നുമേ മനു അറിഞ്ഞില്ല. പിന്നെ അവൻ ആദിയോടൊപ്പം പതിയെ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് തറവാട്ടിലേക്ക് തന്നെ തിരികെ നടന്നു. കൂടുതലും മെമ്മറി കാർഡിലെ മനുവിൻ്റെ സ്വന്തം കുഴിതൊണ്ടലിൻ്റെ അപ്ഡേറ്റ്സ് തന്നെ. മനു, ശിവ വരുമോടാ ശരിക്കും? ആദി ചെറിയൊരു കുസൃതിയോടെ മനുവിനെ നോക്കി ചോദിച്ചു. അതോടെ മനുവിൻ്റെ മുഖം ഇച്ചിരി കുത്തിവീർത്തു. ഒപ്പം അവൻ തിരികെ ചോദിച്ചു, എന്തേ ആദിത്യക്ക് എന്തേലും അത് സംശയമുണ്ടോ? അതോടെ ആദിയിൽ ചെറുചിരി വിരിഞ്ഞു. അവൻ പറഞ്ഞു, ദക്ഷാന്റി പറഞ്ഞാൽ വരും അവൾ. പക്ഷേ അറിയില്ല, എന്തോ ഒരു നെഗറ്റീവ് വൈബ് ഉള്ളിൽ തോന്നുന്നു. അവൾ അവിടെ നിന്നാൽ വാശി പിടിച്ചാലോ? ചന്ദ്രനകളുടെ വീട്ടിലല്ലേ, ചിലപ്പോൾ അവളുടെ വാശിയും വിജയിക്കാം. അതോടെ മനുവിൽ ചിരി പിരിഞ്ഞു. അവൻ മറുപടിയായി പറഞ്ഞു, അയ്യടാ, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതോ അപ്പോൾ? അവളെയും അങ്ങനെ തന്നെ നീ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അവളെ ഒറ്റയ്ക്ക് നിന്ന് സുഖിക്കണ്ട.